കോഴിക്കോട് നിന്ന് വയലട പോകുന്ന വഴിയിൽ വയലട എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പിലായിട്ടാണ് ഈ റിസോർട്ടിലേക്കുള്ള വഴിയുള്ളത്. വഴിയിൽ കൃത്യമായ ബോർഡ് അവർ വെച്ചിട്ടുണ്ട്. റോഡിൽ നിന്നും കോൺക്രീറ്റ് ചെയ്ത കുത്തനെയുള്ള വഴിയിലൂടെ 200 മീറ്റർ മുകളിലോട്ട് പോകണം. കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു വഴിയാണ്. മുൻപിൽ നിന്ന് സെയിം ടൈം വേറെ വണ്ടി വന്നാൽ കുറച്ച് പാടുപെടും. മലയുടെ ചെരുവിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 8 കാറ് വരെ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട്. അടിയിൽ പൂൾ വില്ലയും മുകളിൽ സ്കൈ വില്ലയും, അങ്ങനെ 2 ടൈപ്പ് റൂമുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ മൊത്തം 10 റൂമുകൾ ഇവിടെ ഉണ്ട്. പൂൾ വില്ലയാണ് ഞങ്ങൾ എടുത്തത്. നല്ല വലിപ്പമുള്ള ഹാളും പുറത്തേക്ക് ഫുൾ വ്യൂ കിട്ടുന്ന ബെഡ്റൂമും. ബെഡ്റൂമിൻ്റെ 3 സൈഡും ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നല്ല കിടിലൻ വ്യൂ ആണ് കിട്ടുന്നത്. പുറത്തൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇവിടെ എത്തിച്ചു തരും. പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം, പ്രൈവറ്റ് പൂൾ. അങ്ങോട്ട് വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അതിലേക്ക് ഇറങ്ങി. കുറേ നേരം അതിൽ അടിച്ചു പൊളിച്ചു. റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തായി ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. ഇവിടെയാണെന്ന് തോന്നുന്നു അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നത്. ചുമ്മാ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ 2 ഊഞ്ഞാലും ഇവിടെയുണ്ട്. ഈ റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ തന്നെയാണ്. റിസോർട്ടിൻ്റെ എല്ലാ ഭാഗത്തും അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈവനിങ് ആയാൽ ഇവിടെ നിന്നുള്ള വ്യൂ കൂടുതൽ ഭംഗിയാണ്. ുള്ളതുകൊണ്ട് ചുവന്ന ആകാശവും സൺസെറ്റും കാണാൻ സാധിച്ചില്ല. റിസോർട്ടിൻ്റെ 360 വ്യൂ കാണാൻ പറ്റുന്ന ഒരു ഭാഗവും ഇവിടെയുണ്ട്. അവിടെ കയറിയാൽ നല്ല ഹൈറ്റിൽ നിന്നും മൊത്തം റിസോർട്ടും താഴ്ഭാഗവും കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതായിരുന്നു കാഴ്ച. ഈവനിങ് പോലെ രാവിലെയും ക്ലൈമറ്റ് ഞങ്ങളെ പറ്റിച്ചു. ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല. മഴക്കാറുള്ളത് കൊണ്ടാവാം ക്ലൗഡ് ബെഡൊന്നും വരാഞ്ഞത്. നല്ലൊരു കട്ടനും ഇട്ട് കുറച്ചു നേരം കത്തിയടിച്ചിരുന്നു. ഇതാണ് ഇവിടുത്തെ സ്കൈ വില്ല. റൂമുകളെല്ലാം പൂൾ വില്ലയെ പോലെ തന്നെ സെയിം ആണ്. പോകുന്നതിന് മുമ്പ് പൂളിൽ ഒന്നുകൂടെ ചാടി അടിച്ചു പൊളിച്ചു. ടു ഡേയ്സ് ഇവിടെ നിന്നതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇവിടുത്തെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യൂ ആൻഡ് ആംബിയൻസ്.
നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി റിലാക്സ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും പറ്റിയ ഒരു കിടിലൻ പ്ലേസ് തന്നെയാണിത്. തീർച്ചയായും ഇവിടുത്തെ പൂൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പയർ ടു അതർ റിസോർട്ട് ഇവിടുത്തെ ഫുഡ് കുറച്ച് എക്സ്പെൻസീവായി തോന്നി. മേ ബി മലയൊക്കെ കയറി സാധനങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടാകാം. രാത്രി കോമൺ ബൊഫേ ആയിരുന്നു, അതിലും ഐറ്റംസ് എല്ലാം വളരെ കുറവായിരുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഈച്ചയാണ്. അതിന് നല്ലൊരു പ്രിക്കോഷൻ ഇവർ ചെയ്തിട്ടില്ല. സർവീസ് ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വിളിച്ചാൽ അപ്പം തന്നെ വരും, എല്ലാം റെഡിയാക്കി തരും. ബട്ട് ക്ലീൻ ആൻഡ് ഹൈജീൻ കുറച്ച് കുറവായി തോന്നി. ലൈക്ക് ഗ്ലാസും കെറ്റിലും ഒന്നും പ്രോപ്പറായി ക്ലീൻ ചെയ്യാത്തതായി തോന്നി. വിളിച്ചു പറഞ്ഞാൽ അപ്പം തന്നെ മാറ്റി തരും, ബട്ട് പറയണം. ഇതൊക്കെ മാറ്റി വെച്ചാൽ ഒരു ഡേ ആൻഡ് നൈറ്റ് വന്ന് കിടിലൻ വ്യൂ ഒക്കെ ആസ്വദിച്ച് പൂളിലൊക്കെ ചാടി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടിലൻ റിസോർട്ട് തന്നെയാണ് വയലട വ്യൂ പോയിൻ്റ് റിസോർട്ട്.